ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ കംപ്ലയിൻറ്റ് പവർ സ്റ്റിയറിംഗ് വർക്കാവണില്ല. പവർ സ്റ്റിയറിംഗ് ഭയങ്കര ടൈറ്റ്. വണ്ടി ഹുണ്ടായി കേട്ടോ. കസ്റ്റമർ കംപ്ലയിൻറ്റ് ഭയങ്കര ടൈറ്റ്. അതായത് സ്റ്റിയറിംഗ് തിരിക്കാൻ പറ്റില്ല. സ്റ്റിയറിംഗ് തിരിച്ച് ഇങ്ങനെ പിടിച്ചാൽ പോകുന്നുണ്ടോ. നല്ല ടൈറ്റ് പറഞ്ഞാൽ നല്ല ടൈറ്റ്. അതാണ് കസ്റ്റമറെ കംപ്ലയിൻറ്റ്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഇതാണ് അതിൻ്റെ കാരണക്കാരൻ. ഇവനാണ് അതിൻ്റെ കാരണക്കാരൻ കേട്ടോ. ഇത് പവർ സ്റ്റിയറിംഗിൻ്റെ മോട്ടറാണ്. ഈ മോട്ടർ കംപ്ലയിൻറ്റ് അവനാണ്. സ്റ്റിയറിംഗ് ടൈറ്റ് ആയിരുന്നു കേട്ടോ. സ്റ്റിയറിങ് ഇനി മോട്ടർ മാറണം എന്ന് പറയാൻ വന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മോട്ടർ മാറാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിപ്പയർ ചെയ്യാം കേട്ടോ. അതിൻ്റെ ബ്രഷ് പോയതാവും ഒരു കംപ്ലയിൻറ്റ്. ബ്രഷ് പോയി കഴിഞ്ഞാൽ മോട്ടർ ഒന്ന് വർക്കാവാതിരിക്കാൻ സാധാരണ അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മോട്ടർ അയച്ചു നോക്കിയിട്ട് ഞാൻ ആ ബ്രഷ് കാണിച്ചു കേട്ടോ. ബ്രഷ് ഇങ്ങനെ തീർന്നതിൽ കാണിച്ചു തരാം. സാധാരണ ഇത് മാറ്റി കൊടുക്കാറാണ്, ഫുള്ള് അസംബ്ലി മാറ്റി കൊടുക്കാറാണ്. ബ്രഷ് മാറുന്നവരുണ്ട്, പക്ഷേ ആ പാർട്സ് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. തപ്പി പിടിച്ച് നടക്കേണ്ടി വരും അതിൻ്റെ ബ്രഷ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ് എമൗണ്ടിൽ നമുക്കിത് തീർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 6 രൂപൻ്റെ അടുത്ത് മോട്ടറിന് വരുന്നുണ്ട്. 5,500 അങ്ങനെ എന്താ റേറ്റ് മോട്ടറിന് വരുന്നുണ്ട് കേട്ടോ. ഇയോണിൻ്റെ ഐറ്റനും ആ റേറ്റൊക്കെ വരുന്നുണ്ട്. ഒരു 6 രൂപേൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മോട്ടറൊക്കെ എങ്ങനെ എങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടത് ഫുള്ളായിട്ട് അയച്ച് മാറ്റാൻ പറ്റില്ല. ജസ്റ്റ് ഈ മോട്ടറിന് 12 വോൾട്ടേജ് ഫിറ്റ് ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇയോണ്ട് ചെയ്തിട്ടുണ്ടോ സംശയമുണ്ട്. ഐ10 ചെയ്തിട്ടുണ്ട്, i20 ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ചാനൽ കിടക്കുന്നുണ്ട് കേട്ടോ. അത് ലാസ്റ്റ് ഡിസ്പ്ലേയിൽ കൊടുത്തേക്കാം. ഇയോണ്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി കൊടുത്തേക്കാം കേട്ടോ. അപ്പം ഈ മോട്ടർ എങ്ങനെ അഴിച്ചെടുക്കാമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഈ മോട്ടർ അഴിച്ച് റിപ്പയർ ചെയ്യാൻ എങ്ങനെയാണ് പറഞ്ഞില്ല. ആദ്യം ഒരു കണ്ട ഈ പിഞ്ഞ അയക്കണം. ഇത് അയക്കാന്നുണ്ടെങ്കിൽ പുള്ളർ വേണ്ടോ. ഒരു പുള്ളർ ഇട്ടിട്ട് ഇതിനകത്തേക്ക് വെച്ചിട്ട് പുള്ളറിട്ട് ഇത് വലിച്ചെടുക്കണം. ഇതിപ്പോൾ അഴിച്ച് വെച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് കഴിഞ്ഞ് കൈ കൊണ്ട് എടുത്താൽ മതി കണ്ടോ. ഇത് ജസ്റ്റ് എന്നിട്ട് മേടി കൊടുത്താൽ മേടിക്കുന്ന സമയത്ത് തിരിച്ച് മേടുന്ന സമയത്ത് ഓവറായിട്ട് മേടി കൊടുക്കുക. ഇത് ബെയറിംഗ് പോകാണ്ട്. ഇത് റിപ്പയറിൻ്റെ സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ട് i20 ഒക്കെ ബെയറിംഗ് സൗണ്ട് വരാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബ്രഷ് മാറ്റുന്ന സമയത്ത് പിന്നെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ബെയറിംഗ് സൗണ്ട് വരാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇത് ഇതഴിക്കുക. ഇതൊന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ അയക്കാൽ ഇതാ 2 ഫ്ലവറിൻ്റെ ഇതുണ്ട് കേട്ടോ. ഈ ഫ്ലവറിൻ്റെ ഇതയക്കുക. ഇത് ഞാൻ അയച്ച് വെച്ചിട്ടാണ്, ഒക്കെ ലൂസാക്കി വെച്ചിട്ടില്ല കേട്ടോ. ആദ്യം ഞാൻ ചെക്ക് ചെയ്തിട്ടുള്ളതാണ് മോട്ടർ എന്താ കംപ്ലയിൻ്റ് എന്ന്. ആ ഫ്ലവർ അയച്ചിട്ടുണ്ട്. ആ 2 ഫ്ലവർ അയച്ചിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു ബോഡി നേരെ മുകളിലേക്കും പൊക്കി കൊടുത്തായിട്ടോ. മാഗ്നറ്റ് ഉണ്ടാവുകൊണ്ടാണ് പെടുത്തുക. ഇതുണ്ടോ, ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ റോട്ടർ അതിനിപ്പം പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഇതുണ്ട്, ഈ സാധനം അയച്ചുകൊണ്ടാണ് അതായത് അതിനിപ്പം പോകുന്നത്. നേരെ ഇതൊന്ന് വലിച്ചെടുത്താൽ മതി. മാഗ്നറ്റിന് അതുകൊണ്ടാണ് ആ പിടുത്തം വരുന്നത് കേട്ടോ. ഇതാ അതിൻ്റെ റോട്ടർ അർമേച്ചറും കാര്യങ്ങളൊക്കെ. ബ്രഷ് ഇതാണ്ടോ, ഇതിനകത്താണ് ബ്രഷ് വരുന്നത്. ഇതിൽ 2 ബ്രഷ് ഒട്ടം വരുന്നില്ല. അതായത് തീർന്നിട്ടുണ്ട്, നല്ലപോലെ തീർന്നിട്ടുണ്ട് കേട്ടോ. 2 ബ്രഷ് ആകെ ഒരു ബ്രഷ് 2 ബ്രഷ് കറക്റ്റായിട്ട് ഇതാവുള്ളൂ. ബാക്കി 2 ബ്രഷ് വർക്കാവണില്ല. കാണിച്ചു തരാം ഉണ്ടോ. ഇതിൽ ഈ 2 ബ്രഷ് ഇതിനകത്ത് തട്ടുന്നില്ല. അതുകൊണ്ടാണ് മോട്ടർ വർക്കാവാത്തത്. ഈ 2 ബ്രഷ് കറക്റ്റായിട്ട് തട്ടിക്കൊണ്ടുവന്നത്. ബാക്കിയുള്ള തേയ്മാനം വന്നിട്ടുണ്ട്, നല്ല തേയ്മാനം വന്നിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ നല്ല തേയ്മാനം വന്നിട്ടുണ്ട്. ഇത് ഇതേപോലെ അങ്ങനെ നിൽക്കണം. അപ്പോൾ നമുക്ക് ഇത് ഈ ബ്രഷ് മാത്രമായിട്ട് മാറണം. ഈ സ്റ്റാർ അയച്ചു കഴിഞ്ഞാൽ ഈ ഒരു അസംബ്ലി മേടിക്കാൻ കിട്ടും. മേടിക്കാൻ കിട്ടുന്ന പറഞ്ഞാൽ കുറച്ച് തപ്പി നടക്കണം. എല്ലായിടത്തൊന്നും ഈ സാധനം ഇല്ല. എവിടെയൊക്കെ ചില ഭാഗത്തുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബ്രഷ് മാത്രം മാറിയാൽ ഇത് ഏകദേശം ഇതിന് ഒരു 900-1000 രൂപേൻ്റെ അടുത്തേ വരുന്നുള്ളൂ ഈ ഒരു ബ്രഷിന് മാത്രം കേട്ടോ. ഈ ബ്രഷ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം വർക്ക് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ അസംബ്ലി മാറേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും കടയിൽ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. മോട്ടറിന് ഏകദേശം ഒരു 5 സംതിങ്. പിന്നെ അതിൻ്റെ ലേബറും കാര്യങ്ങളും 5,500 അതിൻ്റെ ലേബറും കാര്യങ്ങളും വരും. മോട്ടർ അടക്കം മാറുകയാണെന്നുണ്ടെങ്കിൽ. ബ്രഷാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1000 രൂപയാണ് തോന്നുന്നത് ഈ ബ്രഷിന്. അസംബ്ലി ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട് 1000 രൂപയാണ്. ചില ഭാഗത്ത് ഉണ്ട് ഇട്ടത്. ഇവിടെ തപ്പി പിടിച്ച് നടക്കണം. തപ്പി പിടിച്ച് നടന്നു കഴിഞ്ഞാൽ സാധനം കിട്ടും. ടൈപ്പ് പരിപാടിയൊക്കെ ചെയ്യാം. ഈ ബ്രഷ് മാത്രം മേടിച്ചിട്ട് ഇത് സോൾഡർ ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. ബ്രഷ് മാത്രം, ഇങ്ങനത്തെ ബ്രഷുകൾ മാത്രം മേടിച്ചിട്ട് ഈ വയറിങ് സോൾഡർ ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റ് മാത്രമായിട്ട് മേടിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളിഷ്ടം അതെങ്ങനെ ചെയ്യണം ചെയ്യണ്ടെന്നൊക്കെ.
പിന്നെ ചിലത് ഞാൻ പറഞ്ഞില്ലേ ബെയറിങ് സൗണ്ട് ചിലത് വരാറുണ്ട് എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായതിൻ്റെ ഇതിപ്പോൾ I10 എല്ലാം ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റേ വീഡിയോ ഉണ്ട്.